Hi friends, welcome back to our channel Wim's Corner. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട്. ഈ ബോട്ടിൽ ആർട്ടിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബോട്ടിൽ ആപ്പിൾ സിട്രർ വിനീഗറിൻ്റെ ബോട്ടിലാണ്. ഇങ്ങനെ നല്ലൊരു ഷേപ്പ് കണ്ടപ്പോൾ ഞാനത് ഇതിലൊരു ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ? അപ്പോൾ അതിന് 2 ആപ്പിൾ സിട്രർ വിനീഗർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വാഷ് ചെയ്യുക. അതിന് മൂടിയും വേണം, നമുക്ക് അതിൻ്റെ ക്യാപ്പ് കളയേണ്ട, ക്യാപ്പും കൂടി വെച്ചിട്ടാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പെയർ മാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിന് ഫസ്റ്റത്തെ ബോട്ടിൽ ഞാൻ ബ്ലാക്ക് അടിക്കുവാണ്. നമുക്കൊരു 2 കോട്ടിങ് കൊടുക്കണം. ഫസ്റ്റ് ഒരു കോട്ടിങ് ബോട്ടിലിൻ്റെ എല്ലാ സ്ഥലത്തും കൊടുത്ത ശേഷം അത് ഡ്രൈ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കാവൂ. പിന്നെ അതുപോലെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു വെർട്ടിക്കലായിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ ചെയ്യുന്നത് ആ ഡയറക്ഷൻ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ സ്ട്രൈപ്സിൻ്റെ വ്യത്യാസം വരും, അപ്പോൾ കാണാൻ വൃത്തി ഉണ്ടാവില്ല. ഉണങ്ങിയ ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് കൊടുക്കാവൂ. അപ്പോൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വൈറ്റ് കളറാണ് അടിക്കുന്നത്. അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ വൈറ്റും ചെയ്തെടുക്കുക. ബോട്ടിലിൻ്റെ എല്ലാ സ്ഥലത്തും നമ്മൾ അപ്ലൈ ചെയ്യാം. വൈറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് കോട്ടാണ് കൊടുക്കുന്നത്. ബ്ലാക്കിന് ആദ്യം കൊടുക്കാം. ബ്ലാക്കിന് ഒരു കോട്ട് കൊടുത്താൽ മതി. വൈറ്റിന് നമ്മളൊരു 2-3 കോട്ട് വരെ കൊടുക്കുമായിരിക്കും നല്ലത്, ആ ഒരു ഫിനിഷിങ് കിട്ടാൻ. ബ്ലാക്കിന് ഞാൻ സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണ്. അതുപോലെ വൈറ്റിനും നമ്മൾ കൊടുക്കുക. ഉണങ്ങിയ ശേഷം ശ്രദ്ധിക്കേണ്ടത്, ഉണങ്ങിയ ശേഷം ഡ്രൈ ആയ ശേഷം മാത്രമേ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അടിച്ച അത് പിന്നെയും ഇളകി വരും. അപ്പോൾ ആ ഒരു നമുക്ക് ഫിനിഷിങ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒരു ഫ്രീ ഹാൻഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് സ്ട്രൈപ്സ് ഇങ്ങനെ കേർവ് ചെയ്തിട്ട് ഫസ്റ്റത്തെ 2 എണ്ണം ഇങ്ങനെ ജോയിൻ ചെയ്യണ പോലെ ആയിട്ട് ചെയ്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമല്ല, നമുക്ക് എങ്ങനെ ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ജസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കട്ടിയിൽ വരച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പാടാണ്. ജസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലാക്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വൈറ്റിലാണെങ്കിൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബ്ലാക്കിൽ ആദ്യം ആ പാറ്റേൺ വരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ വൈറ്റിലോട്ട് വരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തെറ്റില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലാക്കിൽ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ലീവ്സും ഒരു സ്റ്റെംസും ലീവ്സും മാത്രമാണ് പടർന്ന് കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ വരച്ച് ലീവ്സും എല്ലാത്തിൻ്റെയും അറ്റത്ത് ലീവ്സ് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഇതെല്ലാം കൊടുത്ത ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ബ്ലാക്ക് കൊടുത്ത് അത് കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ലീവ്സും ഫിൽ ചെയ്തെടുക്കുക. ഫസ്റ്റ് സ്ട്രൈപ്സ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ വളഞ്ഞ് കൊടുത്ത് ഇങ്ങനെ ലീവ്സ് വരയ്ക്കുക. ബോട്ടിലിൻ്റെ ആ മുകളിലോട്ടും ഈ സ്റ്റെമ്മ് വരച്ചിട്ട് ലീഫ് അതിൻ്റെ ടിപ്പിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കിടക്കാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ തന്നെ നമ്മൾ വൈറ്റിൽ ബ്ലാക്ക് സ്റ്റെംസും ലീവ്സും വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇതേപോലെ തന്നെയാണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Thank you for watching. Bye everyone.